സോ എന്റെ കൂടെ ഉള്ളത് ഹിബ നസറിനാണ്. ഹിബ നസറിന്റെ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ പൊന്നാനി, മലപ്പുറത്ത് പൊന്നാനിന്ന് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BSc ഡയാലിസിസ് പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഹർഷന്റെ മെയിൻ ക്യാമ്പസ് രാവിലെ പോയി കണ്ടു. അതിനുശേഷം കറന്റിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ പാരാമെഡിക്കൽ ക്യാമ്പസിലാണുള്ളത്. അവിടെ വന്നപ്പോൾ എന്നാലും ഫുള്ളും മലയാളി പിള്ളേരാണ്. അപ്പൊ മലയാളി പിള്ളേരെ കണ്ട സ്ഥിതിക്ക് അവരോട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാന്ന് പ്ലാൻ ചെയ്തു. അതിന്റെ പുറത്താണ് എന്ത് ചെയ്ത ഹിബയെ വിളിച്ചത്. സോ മോളെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയർ? ഇപ്പൊ ഫസ്റ്റ് ഇയർ എത്രാമത്തെ സെമസ്റ്ററാണ്? ഞങ്ങളിതിപ്പം ഇപ്പൊ ഒരു 4th ആയിട്ടുണ്ടാവും. 4 മാസം ആവുന്നല്ലോ. ഇവിടെ വന്നിട്ട് 4 മാസം ആവുന്നുണ്ട്. ഓക്കെ. സോ എങ്ങനെയാണ് ഹർഷയെ കുറിച്ച് അറിയുന്നത്? ഹർഷയെ കുറിച്ചിട്ട് ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റോൾ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു കൺസൾട്ടന്റ് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ അഡ്മിഷന് വേണ്ടി ഇങ്ങനെ നോക്കായിരുന്നു. കൊറേ നോക്കി ലാസ്റ്റ് പാരന്റ്സിനൊന്നും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഔട്ട്സൈഡ് കേരള. ലാസ്റ്റ് ഇവിടുത്തെ കൺസൾട്ടന്റിനെ കണ്ടിട്ട് ആള് അഡ്മിഷൻ എടുത്ത് തന്നതാണ്. പേരന്റ്സിനൊക്കെ കൺവിൻസ് ചെയ്തിട്ട് എടുത്തത്. സോ അതായത് അഡ്മിഷൻ എടുത്തതിന് ശേഷമാണോ പിന്നെ ഇയാള് കോളേജ് കാണുന്നത്? അത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കോളേജ് കണ്ടായിരുന്നോ? അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് റിയൽ ആയിട്ട് കാണുന്നത്. അല്ലാണ്ട് ഞാൻ വീഡിയോസിൽ അങ്ങനെ ജസ്റ്റ് വീഡിയോസ് മാത്രമാണ് കണ്ടത്. സോ ഫസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കാണ്. എനിഹൗ ജസ്റ്റ് ഇൻസ്റ്റയിൽ കണ്ട ഒരു പരസ്യത്തിന്റെ പുറത്താണ് എന്ത് ചെയ്തേക്കുന്നത്, ഹർഷയെ കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ആളായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യാനായിട്ടാണ് വരുന്നത്. ശരിയല്ലേ? സോ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഉള്ള ഒരു ലാസ്റ്റ് 4 months ഈ അടുത്ത ഡിസിഷൻ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ, മോശമാണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. ബിക്കോസ് ഇപ്പൊ നോർമലി നമ്മൾ എല്ലാ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന കാര്യങ്ങളും അതുപോലെ ആവണമെന്ന് ഒരിക്കലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കേട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ദെൻ നമുക്ക് നോർമലി ഔട്ട്സൈഡ് കേരള പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ദ ലാംഗ്വേജ്. ഓക്കെ. ഇപ്പൊ നമ്മൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ നോർമലി തമിഴ്നാട്ടിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയുന്നത് പറഞ്ഞാൽ സ്റ്റാഫ് പഠിപ്പിക്കുന്നത് ചിലപ്പം പ്രോപ്പർ ഇംഗ്ലീഷിലായിരിക്കത്തില്ല, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ടീച്ചേഴ്സ് ഒക്കെയാണ് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ ഞാനിവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജസ്റ്റ് ഹൈവേയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയായിരുന്നോ ഒരിക്കലെങ്കിലും? പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എനിക്ക് തോന്നുന്നു വാക്കബിൾ ഡിസ്റ്റൻസ് 200 meters ഹൈവേയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ നാട്ടിൽ നിന്ന് എങ്ങനെയാ ഫസ്റ്റ് ഇവിടെ വന്നത്? ഫസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങോട്ട്? ഫസ്റ്റ് ബസ്സിലായിരുന്നു. ബസ്സില് ഇവിടെ ഏജൻസിയുടെ ആളായിട്ട് വന്നത്. കാരണം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണെന്ന്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അയാളുടെ സഹായം തേടിണ്ടായിരുന്നു. ഓക്കെ. ബസ് ഡയറക്റ്റ് അവര് ബസ്സാക്കിയിട്ട് കോളേജിൽ കൊണ്ടുവരായിരുന്നു, അതോ ബാംഗ്ലൂരിൽ ബസ്സിൽ വന്നിട്ട് അവിടെ വേറെ? അവിടുന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വന്നിരുന്നു. അങ്ങനെ വന്നു. അതായത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ ബസ്സിൽ വന്നിട്ട് അവിടെ പിന്നെ അടുത്ത ബസ് കയറി വന്നു. അങ്ങനെയായിരുന്നു? അതല്ല, നമ്മളിപ്പം ബുക്ക് ചെയ്ത ബസ്സിന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, അവര് വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് ബാക്കി അറേഞ്ച്മെന്റ് ചെയ്യായിരുന്നു. സോ നമുക്ക് എനിക്ക് തോന്നുന്നു മോൾക്ക് ഇവിടുത്തെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ വന്നിട്ട്? ഇവിടെ ഞങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. യശ്വന്ത്പൂർ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 30 minute അറൌണ്ട് 30 minutes മാക്സിമം 30 minutes യശ്വന്ത്പൂർ എത്താനായിട്ട് സാധിക്കും. വളരെ നിയർ ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ മലപ്പുറത്തിന് എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ടല്ലോ? ട്രെയിന് ഞങ്ങൾക്ക് നൈറ്റ് ഒരു 8 മണി ആ നേരത്താണ് ട്രെയിൻ. എത്ര ടൈമിംഗ് ഇടുന്ന്? പിന്നെ ട്രെയിനിന്റെ ഒരു ട്രാവൽ ടൈം വരുന്നത് 11 or 12 അത്രേ ഉള്ളൂ. hours. അത്രേ ഉള്ളൂ. ഒരു 10-11 മണിക്കൂർ കൊണ്ട് നമുക്ക് നാട്ടിലെത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. സോ നോർമലി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്? സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബിക്കോസ് മലയാളീസ് ആണല്ലോ കൂടുതലുള്ളത്. BPTs ആണ് അതർ സ്റ്റേറ്റ് വരുന്നത്. പിന്നെ ഫുൾ മലയാളീസ് ആണ് സീനിയേഴ്സ്. എങ്ങനെയുണ്ടായിരുന്നു സീനിയേഴ്സ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല അങ്ങനൊന്നുമില്ല. ഇല്ല, ഇവിടെ ഫ്രീ റാഗിങ് ഫ്രീ ആണ്. അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ? സോ റിഗാർഡിംഗ് ദ മെസ്, ഇപ്പൊ മെസ്സിനെ കുറിച്ച് നോർമലി ഇപ്പൊ നാട്ടിൽ കഴിക്കാൻ കിട്ടുന്ന പോലെ എന്തായാലും നമുക്ക് എവിടെ പോയാലും കഴിക്കാൻ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ഫാക്ട്. ശരിയല്ല? എന്തായാലും നമുക്ക് മലപ്പുറംകാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വടക്കൻ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് മീൻകറിയും ചോറും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ശരിയല്ല? എല്ലാ ദിവസവും മീൻ കഴിക്കുന്ന ആൾക്കാരല്ലേ. അതെന്തായാലും നമുക്ക് കേരളത്തിന് പുറത്ത് പോയാലും എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അഡ്ജസ്റ്റബിൾ ആണോ മെസ്സ്? കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റബിൾ ആണ്. കഴിക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല? ഇല്ല, കുഴപ്പമില്ല. ഇതിപ്പം ഫസ്റ്റ് അല്ലേ നമ്മൾ അതർ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. നോർമലി എന്തായാലും ബിക്കോസ് എന്തായാലും വീട്ടിൽ കഴിക്കാൻ കിട്ടുന്ന പോലെ നമുക്ക് വീട്ടിൽ ഹോട്ടലിൽ പോലും കഴിക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. സോ നമ്മുടെ സ്റ്റാഫ് ഒക്കെ എങ്ങനെയുണ്ട്? അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അവർ പഠിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഒക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പഠിപ്പിക്കുന്നതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കുഴപ്പമില്ലാണ്ട്
പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് റിഗാർഡിംഗ് ദ ലൊക്കേഷൻ, ഇപ്പൊ നമ്മുടെ സിറ്റി എന്നുള്ള ഒരു ആക്സസ് ലൊക്കേഷൻ, ദെൻ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ഓൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ എന്താണ് ബാക്കി ഫാക്കൽറ്റീസ്, ദെൻ ഹോസ്റ്റൽ ഇതാണ് സെയിം ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്, ദെൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെസ്സാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു എന്താണ് ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണോ ഹർഷ? അതെ അതെ എക്സാക്ട്ലി 100%. അതെ. ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഓക്കെ. ഓക്കെ, സോ താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്.